ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൻവീസ് ഡാസിൽ. ഇന്ന് നമ്മൾ കോഴിക്കോട്ടത്തെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങാം. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡുണ്ട്. ബ്രെഡിന് കോമ്പിനേഷനായിട്ട് ബട്ടറും ജാമുമാണ് പ്രൊവൈഡ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കോൺഫ്ലെക്സും പാലുമാണ്. പിന്നെ ചായയുണ്ട്, കോഫിയുണ്ട്. പിന്നെ ജ്യൂസിൻ്റെ സെക്ഷനിൽ ഗ്രേപ്പ് ജ്യൂസാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കറിയായിട്ട് വരുന്നത് ഇതിനകത്ത് സാമ്പാറും ബാജിയായിരുന്നു. പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പവും മസാലക്കറിയുമാണ് കോമ്പിനേഷനായിട്ട് ഉണ്ടായിരുന്നത്. ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബാജിയും ഇഡ്ഡലിയുടെ കൂടെ ചട്നിയുമായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇഡ്ഡലിയും ഉപ്പുമാവുമാണുള്ളത്. ചട്നി രണ്ട് തരം ചട്നി ഉണ്ടായിരുന്നു. തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ തക്കാളി ചമ്മന്തിയും ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് വടയാണ്. ഇത്രയും ഐറ്റംസ് ആയിരുന്നു മെനുവിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. അവിടുത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ അസാധ്യമായ കാറ്റായിരുന്നു. അന്യൂസ് അങ്ങനെ കാൽ നനക്കാന്ന് പറഞ്ഞ ധൃതിയിൽ ഓടുകയാണ്. അന്യൂസ് ആകെ എക്സൈറ്റ്മെൻറ്റിലാണ്. അൻവിടാന്ന് എഴുതുകയും ചോദ്യം എഴുതുകയും അത് പിന്നെ കടൽ വന്ന് മാച്ചുകളെയൊക്കെ ചെയ്യുമായിരുന്നു. അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കടലിൽ നിന്ന് ചിപ്പി പെറുകിക്കൊണ്ടിരിക്കുകയാണ്. മാലയുണ്ടാക്കാം അമ്മ വീട്ടിൽ കൊണ്ടുപോയി എന്നും പറഞ്ഞ് ചെറുതും വലുതുമായ ചിപ്പികൾ പെറുകിക്കൊണ്ടിരിക്കുകയാണ് അന്നു. എന്നിട്ട് അവിടെ കൊണ്ട് ശേഖരിക്കും. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നോക്കുമ്പോഴാണ് ഒരു ചെറിയ അരുവി പോലെ എവിടെന്നോ വെള്ളം ഒഴുകി കടലിനോട് ചേർന്ന ഒരു അരുവിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
വരുന്നവരെല്ലാം ഐ ലവ് കോഴിക്കോട് എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ നിന്ന് ഫോട്ടോകൾ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഒരു കട്ട് ഫ്രൂട്ട്സ് ഞങ്ങൾ വാങ്ങിച്ചു. അതേപോലെ തന്നെ ചൗച്ച ഉപ്പിലിട്ടതുമാണ് അന്നൂസ് വാങ്ങിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ പല പല കഴിക്കാൻ കിട്ടുന്ന സാധനങ്ങളുണ്ടായിരുന്നു. അതായത് ഉപ്പിലിട്ടതുണ്ടായിരുന്നു, പല പല പലഹാരങ്ങൾ, 4 മണി പലഹാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ ഐസ്ക്രീം, ഐസ്, ചോക്ലേറ്റ് കണ്ടപ്പോൾ എനിക്ക് സ്ട്രോബെറിയിലിട്ട ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ ചോക്ലേറ്റ് സ്ട്രോബെറിയിലിട്ട് ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ ആ ചോക്ലേറ്റിന് ഒഴുകി വരുന്നത് നോക്കി കുറേ നേരം അങ്ങനെ നിന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐസ്, കോഴിക്കോടിൻ്റെ തന്നെ സ്പെഷ്യൽ ഒരു സാധനം. ഐസ് ആദ്യം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഒരു കപ്പിലോട്ട് ഇടുന്നു. മധുരമാണോ പുളിയാണോ വേണ്ടെന്ന് നമ്മളോട് ചോദിക്കുന്നു. ഞങ്ങൾ മധുരമാണ് എടുത്തത്. അത് നറുനീട്ടെ സർബത്തും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ടോപ്പിംഗ് ആയിട്ട് കുറച്ച് കടലപ്പരിപ്പും കൂടി ഇട്ടാണ് നമുക്ക് തരുന്നത്. 20 രൂപയായിരുന്നു ഒരു ഐസിന്. അത് കഴിഞ്ഞിട്ട് കല്ലുമ്മക്കായ ഫ്രൈയും കാടമുട്ട റോസ്റ്റുമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് നോക്കി, ഇതാണ് ഞാൻ പറഞ്ഞ കല്ലുമ്മക്കായ ഫ്രൈ. അടിപൊളി ടേസ്റ്റാണ്, കാണാൻ നല്ല ലുക്കല്ലേ. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഓരോ കാടമുട്ട എടുത്തെടുത്ത് വായിലിട്ടങ്ങ് ഇടുമ്പം ആ ബീച്ചിൻ്റെ വൈബ് അങ്ങ് സൂപ്പറാകുന്നത്. അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് ട്രെയിൻ കയറാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ. അപ്പോൾ കോഴിക്കോട് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.